ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീട് റൂം ക്ലീനിങ്ങും പിന്നെ തുണിയൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാനായിട്ടാണ്. അപ്പം ഞാൻ അവിടെ അലമാരയിൽ അവിടെ കബോർഡിൽ പേപ്പറൊക്കെ ഞാൻ വിരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ചെയ്യണത് നമ്മൾ ഫസ്റ്റ് നമ്മളെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ മക്കളെ ഡ്രസ്സുകൾ അയൺ ചെയ്ത് വെക്കുക എന്നാണ്. അപ്പം ഞാൻ കുറേ നാൾക്ക് ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് കുറേ നാളായി. അപ്പം ഒരാഴ്ചത്തോളം ആയെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ആ കവർ കണ്ടോ, സാരി ഓർഗാൻസർ കവറാണ്. മീഷോ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്, സോറി ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതിലാണ് എപ്പോഴും വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് അടുക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതുകൊണ്ട് ഉള്ള ഡ്രസ്സെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ അയൺ ചെയ്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോഴൊക്കെ നമുക്ക് ടെൻഷനായിരിക്കും, പെട്ടെന്ന് അയൺ ചെയ്തില്ലല്ലോ. രാത്രിയാകുമ്പോൾ നമ്മൾ കുക്കിങ്, മക്കളെ പഠിപ്പിക്കൽ എല്ലാം കൂടി ആകുമ്പോൾ ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ സമയം കിട്ടുമ്പോൾ രാവിലെ തന്നെ മക്കളെയൊക്കെ സ്കൂളിൽ അയച്ചിട്ട് സമയം കിട്ടുമ്പോൾ തന്നെ നമ്മളിതെല്ലാം തേച്ച് മടക്കി അലമാരയ്ക്കകത്ത് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് എടുത്ത് ഇട്ട് കൊടുക്കാനൊക്കെ നല്ലൊരു ഹെൽപ്പായിരിക്കും, നല്ലൊരു യൂസ്ഫുള്ളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് സമയം കിട്ടുമ്പം നമ്മൾ അയൺ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ സമയമാകുമ്പം അയൺ ചെയ്യുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ ഡ്രസ്സെല്ലാം തേച്ച് തീർന്ന് ഞാൻ അവന് വേണ്ടി ഒരു കബോർഡ് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാനും എളുപ്പമാണ്. അതിനുശേഷം ഞാൻ മഴ പെയ്തതാണ്. മഴ പെയ്തിട്ട് പുറത്ത് നല്ല വെയിൽ കാണണല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ രാവിലെ തുണി ഇട്ടപ്പം എടുത്തുകൊണ്ട് വന്നു, കാരണം ഭയങ്കര മഴയായിരുന്നു. പിന്നെ അങ്ങ് ഇട്ടില്ല. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് വെച്ചാൽ മഴയും വെയിലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓൻ്റെ തുണികളെല്ലാം കൂടെ കൊണ്ട് സ്റ്റാൻഡിൽ കൊണ്ട് ഇട്ടു. കാരണം ഇനിയും മഴയെ വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോൾ വരുമെന്ന്. ഇനി ഓടാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. അപ്പം പിന്നെ അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. അവിടുത്തെ ഗ്ലാസിൻ്റെ വെയിലും ഒക്കെ കൊണ്ട് പതുക്കെ നല്ല വെയിലടിക്കുമ്പോൾ നല്ല ഉണങ്ങിക്കോളും. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അതൊക്കെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി മാറ്റി വെക്കാനായിട്ടാണ്. അതിലൊരു മനസ്സിന് സമാധാനമാണ് ആ റൂം ക്ലീൻ ചെയ്ത് ഒതുക്കിയപ്പോൾ. അടുത്ത റൂമെന്ന് വെച്ചാൽ അതും ഒരു കുഞ്ഞു റൂമാണ്. അതുപോലെ അവിടെയാണ് ഞങ്ങളെ ഡ്രസ്സുകളൊക്കെ ഇട്ട് വയ്ക്കുന്നത്. മോൻ്റെ ഡ്രസ്സുകളും എൻ്റെ ഡ്രസ്സുകളൊക്കെ മാക്സിമം ഇട്ട് വയ്ക്കുന്നത് അവിടെയാണ് കേട്ടോ. അപ്പം അവിടെയാണ് അടുക്കി വയ്ക്കുന്നത്. അപ്പം ഞാൻ അയൺ ചെയ്യാനുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഡ്രസ്സ് എല്ലാം ഞാൻ കൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് ഇട്ടു. ആ റൂമിലേക്ക് ഞാൻ കൊണ്ടുപോയി ഇട്ടു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്ന് തേക്കാമല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ആ റൂമിൽ അവന് കുറച്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പുറത്തിടാനുള്ള ഡ്രസ്സ്, അകത്തിടാനുള്ള ഡ്രസ്സ്, വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സുകളും പാൻസുകളൊക്കെ മാറ്റി മാറ്റി വയ്ക്കുക. അതൊരു നല്ലൊരു എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് വാങ്ങിക്കുമ്പേ എനിക്കിത് ഒതുക്കാനേ സമയം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം മടക്കി മടക്കി വയ്ക്കും, വീണ്ടും എടുക്കും, മടക്കി മടക്കി വയ്ക്കും. അപ്പോൾ ഈ ബോക്സ് ആയതുകൊണ്ട് എനിക്ക് നല്ല എളുപ്പമുണ്ട്. ഈ ബോക്സിൽ നിന്ന് എടുത്തിട്ട് എല്ലാം അതിലുള്ള സെപ്പറേറ്റ് ആയിട്ട് മടക്കി മടക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ തുണികളായാലും രാവിലെ കഴുകിയിട്ട തുണികൾ മാക്സിമം രാവിലെ തന്നെ നമുക്ക്, ഇപ്പം മക്കൾ സ്കൂളിൽ പോയാലൊക്കെ രാവിലെ തന്നെ മടക്കി വയ്ക്കാൻ ശ്രമിക്കുക. അല്ലാതെ പെട്ടെന്ന് ഇട്ടിരുന്ന് വീട്ടിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും കാണത്തില്ല. കാരണം വീട് മൊത്തത്തിൽ ഒതുങ്ങിക്കിടക്കുമ്പോഴാണല്ലോ നമുക്ക് കുറച്ച് ഹാപ്പിനെസ്സ്. അപ്പം ഞാനിത് മൊത്തവും കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ക്ലീനിങ്ങും ഈ റൂമിൻ്റെ ഉള്ള ക്ലീനിങ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഡ്രസ്സുകൾ, അപ്പം അങ്ങനെയൊക്കെയാണ്. കുറേയൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഒതുക്കി ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് കാറ്റാണ്. അപ്പം എൻ്റെ ഒരു അടിപൊളി ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റോസ് കളറിൽ നല്ല ഫ്ലവറൊക്കെ ഉള്ള ബെഡ്ഷീറ്റ്. അത് കൊള്ളാമെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ അവിടെ വിരിച്ചു.
നല്ല സെറ്റ് ചെയ്ത് നല്ല ഒരു കുഞ്ഞു ബെഡാണ് കേട്ടോ, നല്ല രസമുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാ ഏകദേശമൊക്കെ ഈ റൂം സെറ്റ് ആയിട്ടുണ്ട്. അത് അടുത്തതിന് ശേഷം ഇതാ ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ്. നമ്മൾ കിച്ചൺ ഫസ്റ്റ് ഒതുക്കിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇറങ്ങിയിടാണ് കേട്ടോ, ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. ഒതുക്കി വെച്ചില്ലെങ്കിൽ ഞാൻ രാവിലെ എല്ലാം ഞാൻ വെച്ചായിരുന്നു. പെരുന്നാൾക്ക് കഴിഞ്ഞുകൊണ്ട് ബീഫ് കറിയൊക്കെ വെച്ചു, ചോറ് വെച്ചു, അപ്പോൾ തോരനൊക്കെ വെച്ചായിരുന്നു. അതെല്ലാം ഞാൻ രാവിലെ തന്നെ ഒതുക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയുള്ളതെന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. ഞാൻ രാവിലെ ക്ലീൻ ചെയ്ത് ഇടാനുള്ളതായിരുന്നു. ഞാൻ ടയേർഡ് ആയതുകൊണ്ട് കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന്. അപ്പോൾ അതാ ക്ലീനിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഇത് എനിക്ക് ഒരു കിച്ചണേ ഉള്ളൂ. അപ്പം ഇങ്ങനെ 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 ഓരോ ജോലികൾ ചെയ്യുമ്പം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കും കേട്ടോ, എത്ര ഒതുക്കിയാലും. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അത് ആ ചോറ് ഞാൻ ഒന്നും കൂടെ റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് ഒന്നും കൂടെ ചൂടാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇക്ക വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ രാവിലെ ഇക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ, ഉഴുന്നും അരിയൊക്കെ. അപ്പം ഞാൻ അതൊന്നും എടുത്ത് വെച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഓരോ കണ്ടെയ്നറിലായിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ അവിടെ ഇരുന്ന് മൊത്തവും തണുപ്പൊഴിച്ച് ചീത്തായി പോകും കേട്ടോ. അപ്പം ഞാനിത് കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം ഉഴുന്ന് ഞാനിവിടെ കൂടുതൽ ദോശയാണ് ആട്ടുന്നത്, അപ്പത്തിനേക്കാട്ടും ദോശയാണ് ആട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ദോശയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പം ഉഴുന്ന് കൂടുതൽ അരിച്ചിട്ട് ഞാൻ ആട്ടും. അപ്പോൾ എനിക്ക് ഗ്രൈൻഡറൊന്നും ഇല്ല, മിക്സിയേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ചിരുന്നത്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് ജോലി ഒതുങ്ങുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന സവാളയും ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അതങ്ങ് വെയിലത്ത് കൊണ്ട് വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അതിലെ തിരുവി വെച്ചത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നുപോയി. അതൊക്കെ എടുത്ത് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഇതാ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തെ പുട്ടിൻ്റെ മാവ് അവിടെ ബാക്കിയിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്ന് ആവിയേറ്റി വെച്ചാൽ രാത്രിക്കത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാനൊന്ന് പുട്ടൊക്കെ ഒന്ന് ആവിയേറ്റി വെച്ചു. പിന്നെ അടുക്കളയിൽ കൗണ്ടർ ടോപ്പ് എല്ലാം ഒതുക്കി കേട്ടോ. അടിയിൽ ഭയങ്കര പൊടിയും നമ്മൾ കുക്കിംഗ് ചെയ്ത പൊടിയും എല്ലാം അവിടെ തന്നെ കിടക്കും കേട്ടോ. അപ്പം ഞാനത് വേഗം തന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് ഒതുക്കി വെച്ചു. അപ്പോൾ ചോറെല്ലാം ഞാൻ റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിയാണ്. കാരണം മോന് വേണ്ടി രാവിലെ കുറച്ച് ചോറ് എടുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടതെന്ന് വെച്ചാൽ നല്ലവണ്ണം ചോറ് നല്ല സോഫ്റ്റ് ആവാൻ. അപ്പോൾ നല്ല സോഫ്റ്റായി ചോറ്, കഴിക്കാനൊക്കെ നല്ലൊരു ഇതായി. അപ്പോൾ അതിന് ശേഷം ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് എടുത്ത് ഊറ്റി വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇത്രയും സ്പീഡിന് കഴുകാനല്ല, ഒരു അരമണിക്കൂർ എടുത്ത് നന്നായിട്ട് നല്ല വൃത്തിയായി കഴുകി വയ്ക്കുന്നതാണ് കാണുന്നത്. പാത്രങ്ങൾ മാക്സിമം കഴുകാൻ ശ്രമിക്കുക. എനിക്ക് രാവിലെ എണീച്ചിട്ട് മോനെ അയക്കുന്ന സമയത്തൊന്നും കഴുകാനൊന്നും സമയമില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് കഴുകാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സ്വർണ്ണക്കടയിൽ പോയി അതിന് നമ്മൾ ജ്വല്ലറി പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ഒരു കുഞ്ഞാവയ്ക്ക് ഒരു വള വാങ്ങിക്കാനൊക്കെ പോയി. അപ്പം ഞാൻ കണ്ടതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാലയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ആ മാല, ലൈറ്റ് വെയിറ്റ് ആണ്, ഇഷ്ടപ്പെട്ടു. അതിനെപോലെ തന്നെ റിങ്സ്, ബാംഗിൾസ് അടിപൊളി കളക്ഷനാണ് കേട്ടോ. അപ്പം ഞാൻ ജോസ്കോയിൽ ഇതുവരെ വന്നിട്ടില്ല, എന്നാലും അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ് കാണുന്നത്. അത് കുറച്ച് പേരൊക്കെ നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അപ്പോൾ അതിന് ശേഷം അവിടെ നിന്നൊക്കെ ഇറങ്ങി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും